ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകുന്നതും നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒരു പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ദിവസവും ചാനലിൽ അല്ലെങ്കിൽ ഒന്നിടവിട്ട് ചാനലിൽ സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിലാണ് ഓരോരുത്തരുടെ സക്സസ് സ്റ്റോറീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ വീഡിയോസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ അതിലുണ്ടാകും. അവരെന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്കും കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഒന്നും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഈ പറയുന്ന മാറ്റങ്ങളും കൂടി ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചാനലിൽ ഡൗട്ട്സ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. ലൈവിൻ്റെ സമയം ഒന്നുകിൽ 11:30 മണിക്ക് ശേഷമുള്ള സമയമോ അതല്ലെങ്കിൽ 2:30 മണിക്ക് ശേഷമുള്ള സമയവും ആയിരിക്കും കേട്ടോ. ലൈവിൻ്റെ ടൈം എപ്പോഴൊക്കെയാണെന്ന് നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുന്നൊരു ഐക്കൺ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ ഒരു ലൈവ് വരുന്ന ടൈം അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുക. നമുക്ക് ഇൻറ്ററാക്ഷൻ ഡയറക്റ്റ്ലി ആണ് കേട്ടോ അത് പോകുന്നത്. അപ്പോൾ ഇന്നിവിടെ സംസാരിക്കുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് ഡ്രൈ മൗത്ത് ആണ് കേട്ടോ. നമ്മുടെ വായ വരണ്ടു പോകുന്നത് പോലെ അല്ലെങ്കിൽ ജലാംശം വായിൽ ഇല്ലാത്തത് പോലുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് തുടർച്ചയായിട്ടുണ്ടാവുന്നത്. ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി സിംറ്റം ആണ് ഈ മൗത്ത് ഡ്രൈ ആയി പോകുന്ന സിറ്റുവേഷൻ കേട്ടോ. ഇതിൽ നമുക്ക് സലൈവ ഇല്ലാത്ത നോ സലൈവ കണ്ടീഷൻ ആണ് കേട്ടോ. നമുക്ക് വായിൽ ഉമിനീരില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ ഒരു ലക്ഷണം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 9 ബുദ്ധിമുട്ടുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നതിൽ വ്യത്യാസം ഉണ്ടാവുക. സലൈവ നമുക്ക് വായിൽ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഉമിനീര് ഒട്ടും ഇല്ലാത്ത ഡ്രൈനെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഏറ്റവും ആദ്യം നമുക്ക് ടേസ്റ്റ് കിട്ടാത്ത, നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെങ്കിലും വായിനൊരു രുചിയില്ല എന്ന് നമ്മൾ പറയില്ലേ, പനിയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ഒരു കണ്ടീഷൻ, അതുപോലൊരു ടേസ്റ്റ് കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം കേട്ടോ. രണ്ടാമതായിട്ട് വായിൽ അതല്ലെങ്കിൽ തൊണ്ടയിൽ പുകച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് പല്ലിൽ അസ്വസ്ഥതയുണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ വായിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ബാക്ടീരിയാസ് ഒക്കെ ഡെവലപ്പ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഉമിനീര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറയുന്ന സമയത്ത് ഈ പല്ലിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിന് മോണ വീക്കം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. നാലാമതായിട്ടുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണ് ഡ്രൈ നോസ്. നമുക്ക് മൗത്ത് ഡ്രൈ ആവുന്നതനുസരിച്ചിട്ട് അതിലെ ഒരു കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മൂക്കും വരണ്ടിരിക്കുന്നത് പോലെ ഡ്രൈനെസ് അനുഭവപ്പെടുന്നത് പോലെ ഉണ്ടാവാം കേട്ടോ. അഞ്ചാമതായിട്ടുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ത്രോട്ട്, അത് തൊണ്ടയ്ക്ക് കരകരപ്പ് പോലെ അനുഭവപ്പെടുക. സാധാരണയായിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഇതുപോലെ കരകരപ്പൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിങ്ങനെ ഡ്രൈ മൗത്ത് ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാം കേട്ടോ. ആറാമതായിട്ടുണ്ടാവുന്നതാണ് ദഹനക്കുറവ്. എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് നന്നായിട്ട് വയറ്റിൽ ഫോം ആവുക, അതല്ലെങ്കിൽ നമുക്ക് മോഷൻ പോകുന്ന സമയത്ത് അസ്വസ്ഥതകൾ കൂടുതലായിട്ടും ഒക്കെ അനുഭവപ്പെടും കേട്ടോ. ഏഴാമതായിട്ടുണ്ടാകുന്നത് നമ്മുടെ സൗണ്ട് ഭയങ്കര പരുപരുത്തതായിട്ട് അനുഭവപ്പെടും. നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മൗത്തൊന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കരകരപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ, സൗണ്ടിലൊരു അങ്ങനെ ഭംഗിയില്ലാത്ത രീതിക്ക് നമ്മുടെ സൗണ്ട് പോയില്ലേ, ആ ഒരു വ്യത്യാസം തന്നെ ഈ മൗത്ത് ഡ്രൈ ആവുന്ന സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഉണ്ടാവാം കേട്ടോ. അടുത്തതായിട്ട് എട്ടാമതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ശരീരം നന്നായിട്ട് ചൂടാകുന്നത് പോലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒമ്പതാമതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് വർത്തമാനം പറയാനോ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. നമുക്ക് ഈ ശരീരത്തിൽ ചൂടും അതുപോലെ വർത്തമാനം പറയാനായിട്ട് ഇൻട്രസ്റ്റ് കുറയുന്നതും എപ്പോഴൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ വെള്ളമില്ലാത്ത സിറ്റുവേഷനിലാണ് കൂടുതലായിട്ടും ഈ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ ചൂട്, അതായത് ഡീഹൈഡ്രേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ്, ഇത് എന്തുകൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് നോക്കാം. അതുപോലെ പ്രഗ്നൻസിയിലും എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്. ഓൾറെഡി PCODയുടെ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഒരാൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഷുഗർ ലെവൽ ശരീരത്തിൽ നന്നായിട്ട് കൂടുതലുള്ള ഒരാൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സമയത്ത് ഭയങ്കരമായിട്ടും ഷുഗർ ലെവൽ ഇൻക്രീസ് ആകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഡ്രൈ മൗത്ത് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് PCOD ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടുതലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാം കേട്ടോ.
രണ്ടാമതായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മുടെ വായിൽ ഉമിനീരില്ലാത്ത സിറ്റുവേഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഉമിനീരില്ലാത്ത സിറ്റുവേഷനിലും ഇങ്ങനെ നമുക്ക് ഡ്രൈ മൗത്ത് പോലെയൊക്കെ അനുഭവപ്പെടാം കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് യൂറിനേഷൻ വഴിയും അതുപോലെ വോമിറ്റിംഗ് വഴിയും ഒരുപാട് വെള്ളം നമുക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം കേട്ടോ. അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന സിറ്റുവേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇല്ലാതെ വരിക. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുവിനെയും കൂടി ഒരുപാട് നറിഷ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നോർമലി ഉണ്ടാകുന്നതിൻ്റെ ബ്ലഡ് നമുക്ക് വെള്ളം വേണ്ടതിനേക്കാളും കൂടുതൽ വെള്ളം നമുക്ക് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ മാത്രം വാട്ടർ റിക്വയർമെൻറ്റ് നമ്മുടെ ബോഡിയിൽ ഇല്ല എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വോളിയം ഇൻക്രീസ് ആവുന്നത് കേട്ടോ. കിഡ്നി നന്നായിട്ട് വർക്ക് ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഡ്രൈ മൗത്ത് ഉണ്ടാകാം. ബ്ലഡ് വോളിയം കൂടുന്നതിനനുസരിച്ചിട്ട് കിഡ്നി നന്നായിട്ട് വർക്ക് ചെയ്യും. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആറാമത്തെ ഒരു റീസൺ ആണ് മെറ്റബോളിക് റേറ്റിൽ വ്യത്യാസം വരുന്നത്. മെറ്റബോളിക് റേറ്റ് ഇൻക്രീസ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് വാട്ടർ യൂസേജ് നന്നായിട്ട് കൂടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാം കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വായിൽ ഫംഗസ് ഗ്രോത്ത് കൂടുന്നത്. നമ്മുടെ നാവിൽ പലർക്കും തന്നെ എല്ലാവർക്കും തന്നെ പൂപ്പൽ ഉണ്ടാവുമല്ലോ. ഒരു ചെറിയൊരു തോതിലായിരിക്കും ഈ പൂപ്പൽ ഉണ്ടാകുന്നത്. നമ്മൾ പിറ്റേ ദിവസം ടങ് ക്ലീൻ ചെയ്തിട്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങളുടെയൊക്കെ വായിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, കൂടുതൽ കട്ടിയിൽ പൂപ്പൽ വരും. ഇങ്ങനെ ഫംഗസ് കൂടുതലായിട്ടുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മൾ അനീമിക് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ആ ഒരു ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ നന്നായിട്ട് കുറവാണെങ്കിൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അതുപോലെ രക്തത്തിൻ്റെ സർക്കുലേഷനും ഒക്കെ നന്നായിട്ട് ഉണ്ടാകണം. നമ്മൾ അനീമിക് ആവുന്ന സമയത്ത്, വിളർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡ്രൈ മൗത്ത് അനുഭവപ്പെടാം കേട്ടോ. ഒമ്പതാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ നമുക്ക് നല്ലോണം ഇൻക്രീസ് ആവാറുണ്ട്. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു ഹോർമോൺസിൻ്റെയൊക്കെ സർജ് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പർ ടെൻഷനൊക്കെ നന്നായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഓൾറെഡി തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണ്, ടെൻഷന് മെഡിസിൻ ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഡ്രൈ മൗത്ത് ഉണ്ടാകാം കേട്ടോ. ഇനി ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കണം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽക്ക് തന്നെ എത്രയാണോ നമ്മുടെ വാട്ടർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതൽ നമ്മൾ എപ്പോഴും കുടിക്കുന്നത് ഒരു 8 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അത് 12 14 ഒക്കെ ആയിട്ട് ആ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കൂട്ടാനായിട്ട് നോക്കുക. ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മുഴുവനായിട്ട് നമ്മൾ ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ എപ്പോഴും ബ്രീത്ത് എടുക്കുന്നത് മൂക്കിൽ കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ആളുകൾ വായു തുറന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. ആ ഒരു കണ്ടീഷൻ ഒന്ന് കുറയ്ക്കുക. മൂക്കിൽ കൂടി നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്നവർക്ക് അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹെൽത്തി ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പാല്, മുട്ട, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കെങ്കിലും സ്മോക്കിങ്ങിൻ്റെയോ ഡ്രിങ്കിങ്ങിൻ്റെയോ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ആ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കൺട്രോൾ ചെയ്യുക കേട്ടോ. ആഫ്റ്റർ ഓവുലേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ കൂടുതലായിട്ട് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ പ്രാരംഭഘട്ടത്തിലെ വളർച്ചയെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ കരിക്കും വെള്ളം കുടിക്കുന്നത്, വെള്ളത്തിനോടൊപ്പം തന്നെ കരിക്കും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കരിക്കും വെള്ളം അവൈലബിൾ ആവാത്തവരാണെങ്കിൽ സാധാ വെള്ളമാണെങ്കിലും കൂടുതലായിട്ടൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പലരും അവഗണിച്ച് കളയുകയും ചെയ്യും. പക്ഷേ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര വേഴ്സായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ആ ഒരു കണ്ടീഷനിലോട്ട് നിങ്ങൾ ശരീരത്തിനെ കൊണ്ടുപോകാതിരിക്കുക. കാരണം കുഞ്ഞിൻ്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നതും അത് അങ്ങോട്ടാണോ പ്രഗ്നൻസി ഇങ്ങോട്ടാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഒക്കെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ആ സമയത്ത് കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞിന് ഗ്രോത്ത് ഡിഫക്റ്റ് അല്ലെങ്കിൽ ബർത്ത് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നന്നായിട്ട് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി ഒരു മിസ്കാരേജിന്റെ ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ, എന്നിട്ട് പോസിറ്റീവ് കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ ബോഡി ഒന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.